ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമ്മൾ തറ കെട്ടുന്ന സമയത്ത് തറ കെട്ടി കഴിഞ്ഞിട്ട് എന്തൊക്കെ, അതായത് സ്ട്രക്ചർ കട്ട കെട്ടി തുടങ്ങുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ്. നമുക്ക് RCC ഫൗണ്ടേഷൻസ് ചെയ്യാം, റബിൾ ഫൗണ്ടേഷൻസ് ചെയ്യാം. അതെ, ഈ ഫില്ലിങ്ങിനെ കുറിച്ചൊന്ന് പറഞ്ഞാട്ടെ. നമ്മൾ പ്രോപ്പർലി കോമ്പാക്ഷൻ അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ചെയ്തില്ലെങ്കിൽ ഇതൊരു ലോങ് ടേം ഇഷ്യൂ ആണ്, നമ്മളിപ്പോൾ അറിയില്ല. സോ അവിടെ ഹോളോ സൗണ്ടിനും പല പല കാര്യങ്ങൾക്കും. നമസ്കാരം. നമ്മുടെ വീടിൻ്റെ പണികൾ ഇങ്ങനെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പുരോഗമിക്കുകയാണ്. പല ആൾക്കാരും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എല്ലാ സ്റ്റേജിലുള്ള വീഡിയോസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തറ കെട്ടി കഴിയുമ്പോഴേക്കും, അല്ലെ തറ കെട്ടുന്ന സമയത്ത് തറ കെട്ടി കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ വീട് ആനന്ദം സീരീസിലെ 5ാമത്തെ വീഡിയോ ആണ് ഇന്ന് പോകുന്നത്. അതിനായിട്ട് നമ്മുടെ വീട് ചെയ്യുന്ന എഞ്ചിനീയർ ORANZAI ബിൽഡേഴ്സിൻ്റെ തന്നെ ഓണറായിട്ടുള്ള എൻ്റെ സുഹൃത്ത് നമ്മുടെ കൃഷ്ണകുമാർജി എൻ്റെ ഒപ്പമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് കൂടെ കൂട്ടാം. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമ്മീഷൻ ഇന്ത്യയിലെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കൃഷ്ണകുമാർജി നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? ഇപ്പോൾ നമ്മൾ വീട് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒരു വീട്ടുകാരൻ നമ്മുടെ കേരളത്തിൽ ഇത്രയും മഴയുണ്ടെന്ന് അറിയുന്ന ഈ വീട് വയ്ക്കുന്ന സമയത്ത്. വെരി കറക്റ്റാണ്, ശരിയല്ലേ? ഇത്രയും മഴ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അതിനിടയിൽ കൂടെയാണ് ഒരു മഴയുടെ നിഴലിലാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ വീടുകളും കയറി പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഒരു സീസൺ എടുക്കുമല്ലോ ചെയ്യാനായിട്ട്. കാരണം പണ്ടത്തെ പോലെയല്ലോ ഇപ്പം മഴയുടെ ക്ലൈമറ്റും ഒക്കെ ഒരുപാട് വ്യത്യാസം വന്നല്ലോ. അപ്പം നമ്മുടെ യഥാർത്ഥത്തിൽ ഇപ്പം തറ കെട്ടി കഴിഞ്ഞു, DPC കഴിഞ്ഞിട്ടുള്ള ഇതാണ് ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. DPCയും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇവിടെ ഷെഡ് കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമ്മൾ തറ കെട്ടുന്ന സമയത്ത് തറ കെട്ടി കഴിഞ്ഞിട്ട് എന്തൊക്കെ, അതായത് സ്ട്രക്ചർ കട്ട കെട്ടി തുടങ്ങുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ DPC വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിലോട്ട് കയറി തന്നെ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇതിന് ഹൈറ്റ്, ഇത് തറ കെട്ടുമ്പോഴത്തേക്ക് ഇത്ര ഹൈറ്റ് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ ഒരു കണക്കുണ്ടോ? നമുക്ക് നോർമലി ഇതിനെ സബ്സ്ട്രക്ചറും എബോ സ്ട്രക്ചർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒന്ന് ഫൗണ്ടേഷൻ നമ്മൾ ബേസിക്കലി നോക്കുകയാണെങ്കിൽ 2-3 ടൈപ്പിലാണ് അതിന്റെ കൺസ്ട്രക്ഷൻസ് നമ്മൾ നോക്കുക. ഓക്കെ, നമുക്ക് RCC ഫൗണ്ടേഷൻസ് ചെയ്യാം, അതുപോലെ തന്നെ റബിൾ ഫൗണ്ടേഷൻസ് ചെയ്യാം. ശരി. ഇവിടെ നമ്മൾ ചെയ്യണത് RR മെഷീനറിയാണ്. ഓക്കെ, ഈ റബിൾ തന്നെ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, DR ഉണ്ട്, RR ഉണ്ട്. RR എന്ന് പറയുമ്പോൾ ഈ റാൻഡംലി റബിൾ പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ മോട്ടോർ കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് പോണതാണ് റാൻഡം റബിൾ മെഷീനറി. ശരി. പിന്നെയുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ DR എന്ന് പറയുമ്പോൾ ഈ റബിൾസ് മാത്രമേ അതിനകത്ത് പാക്ക് ചെയ്യുള്ളൂ, അതിന്റെ ഉള്ളെല്ലാം ഓയിൽസ് ആയിരിക്കും. സോ മാക്സിമം സൈസ് ഓഫ് സ്റ്റോൺസ് വെച്ചിട്ട് നമ്മളത് ഫില്ല് ചെയ്ത് പോവാണ്. സോ ഇപ്പോൾ കോമൺലി നമ്മളെല്ലാം ഫൗണ്ടേഷൻസിൽ ഒന്നുമില്ലെങ്കിൽ RCC സ്ട്രക്ചർ അല്ലെങ്കിൽ RR സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ ബേസിക്കലി കൂടുതലും യൂസ് ചെയ്യണം സാധാരണഗതിയിലുള്ള സ്ഥലങ്ങളിൽ. ഇനി അതല്ല, ഇപ്പോൾ വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യാം? വെള്ളം കയറുന്ന ലൊക്കേഷനിൽ നമ്മൾ ബേസിക്കലി നോക്കുകയാണെങ്കിൽ നമ്മുടെ വാട്ടർ ലെവലിന്റെ ടേബിൾ നമ്മൾ നോക്കും. ഓക്കെ, സോ വാട്ടർ ടേബിളിന്റെ ലെവൽ നമ്മൾ നോക്കിയതിന് ശേഷം ഈ ഫൗണ്ടേഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യും. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ വെൽ ഫൗണ്ടേഷൻ്റെ ഒരു മിനിയേച്ചർ ഫോം ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുക റാഫ്റ്റ് ഫൗണ്ടേഷൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ RCC ഫൗണ്ടേഷൻ ഫുട്ടിങ് തന്നെ ചെയ്തിട്ട് ഇതിനെ കമ്പൈൻ ചെയ്യും. ഓക്കെ, ഇതിന് പല മെത്തേഡിലാണ്, അതായത് ആ പർട്ടിക്കുലർ ടെറൈൻ നോക്കിയിട്ടാണ് നമ്മൾ അതിനെ ഡിസൈഡ് ചെയ്യുന്നത്. ടെറൈൻ അനുസരിച്ചാണ് ഫുൾ ചെയ്യുന്നത്. ഇപ്പൊ വെൽ ഫൗണ്ടേഷന്റെ ഒരു മിനിയേച്ചർ ഫോം എന്ന് വെച്ചാൽ നമ്മൾ റിങ്സ് ഇറക്കിയിട്ട് അതിൻ്റെ ഉള്ളിലെ വെള്ളം നമ്മൾ വാക്വേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഫൗണ്ടേഷൻസ് പ്ലേസ് ചെയ്യും. അപ്പോൾ ഈ താഴെ നിന്നുള്ള വാട്ടർ പ്രഷറിന്റെ എഫക്റ്റ് കുറയും നമുക്ക്. അതെല്ലാം ഡിപ്പെൻസ് ഓൺ ദ ടെറൈൻ ആണ്. പിന്നെ ഇപ്പം ഞങ്ങളുടെ ഇപ്പോൾ കോട്ടയം സൈഡിൽ നിന്ന് പടിഞ്ഞാറൻ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പില്ലർ വാർത്തിട്ട് അതിൽ കയറുന്ന ഒരു രീതിയാണ്. അത് നമ്മുടെ ഹൈറ്റ് വെച്ചിട്ടും ഒരു മേജർ ഫാക്ടറാണ്. കാരണം ഇപ്പം നമ്മൾ ഒരു ടെറൈൻ നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ ലെവല് ഒരു 1 മീറ്റർ 2 മീറ്റർ എല്ലാം എബോവ് ആയിരിക്കും ഇപ്പൊ കറന്റ് ലെവലിൽ വെച്ചിട്ട്. സോ ഇപ്പോൾ ഹൈറ്റ് മാച്ച് ചെയ്യാൻ ഇത്രയും ഹൈറ്റിൽ നമ്മളിപ്പോൾ റബിൾ മേസണറി ചെയ്യുകയാണെങ്കിൽ അതിന്റെ വിഡ്ത്ത് ഒരുപാട് കൂടും. ഓക്കെ, സോ ആ ഒരു ഡിസൈൻ പ്രകാരം വെക്കുമ്പോൾ നമുക്ക് ആ ഒരു വിഡ്ത്ത് കീപ്പ് ചെയ്തിട്ട് വേണം മൂവ് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഫംഗ്ഷൻ കിട്ടില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ RCCയിലോട്ട് പോകുന്നത്. അപ്പോൾ RCCയിൽ പോകുമ്പോൾ നമുക്ക് സെക്ഷന്റെ വിഡ്ത്ത് കുറച്ചിട്ട് മാക്സിമം ആ ഒരു ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതെ, ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ ഒരു നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഇതിൽ അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി RCC. പിന്നെ നമ്മൾ പല ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്, നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് റിക്വയർഡ് ഇപ്പോൾ റബിൾസ് നമുക്ക് ഈസിലി അവൈലബിൾ ആണെങ്കിൽ നമ്മൾ എന്തിനാ RCCക്ക് പോകണം? സോ അതോടെ വെച്ചിട്ട് നമുക്ക് റബിൾ മേസണറി നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതനുസരിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞു, ഫില്ലിങ് കഴിഞ്ഞു. നോർമലി DPC ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഫില്ലിങ്, ഈ ഫില്ലിങ്ങിനെ കുറിച്ചൊന്ന് പറഞ്ഞാട്ടെ. നമ്മൾ ബാക്ക് ഫില്ലിങ്ങിനെ പറ്റി നോക്കുകയാണെങ്കിൽ നോർമലി കോമ്പാക്ഷൻസ് 2 ടൈപ്പിലാണ്. ഓക്കെ,
ഒന്ന് ലെയർ ബൈ ലെയർ കോമ്പാക്ട് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ വേറൊരു മെത്തഡോളജി എന്ന് പറയുന്നത് കൺസോൾട്ടേഷൻ. ഓക്കെ. സോ കോമ്പാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് മിക്സിൽ വേണം ബാക്ക് ഫില്ലിംഗ് മെറ്റീരിയൽ നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ട് ഇടാനായിട്ട്. സോ അതിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് കറക്റ്റ് ആയിരിക്കണം. ഇതെല്ലാം അതിനകത്തൊരു ഫാക്ടറാണ്. പിന്നെ കോമ്പാക്ഷൻ്റെ ഇൻറ്റൻസിറ്റി, കോമ്പാക്ഷൻ കൊടുക്കുന്ന വൈബ്രേഷൻസ്, ഇതെല്ലാം. സോ ഇത് നമ്മുടെ ഏരിയയിൽ പ്രാക്ടിക്കലി കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ. സോ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും നമ്മളൊരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ചെയ്യുമ്പോൾ ആ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസി അവിടെ നമുക്ക് അധികം ആൾക്കാർ ചൂസ് ചെയ്യാറില്ല. അപ്പോൾ നോർമലി നമ്മൾ ആ ഒരു ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു മെത്തഡോളജിയാണ് കൺസോൾട്ടേഷൻ. അതായത് നമ്മുടെ ക്ലേ ആണോ മണ്ണാണോ ഏതാണോ നമ്മൾ ബാക്ക് ഫില്ല് വെക്കുന്നത് അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കലക്കും. സോ കലക്കി കഴിയുമ്പോൾ ഇത് മാക്സിമം ഇതിൻ്റെ ഉള്ളിലെ എയർ വോയിഡ്സ് ഉണ്ട്, ഈ എയർ വോയിഡ്സ് എല്ലാം എക്സ്പെൽ ചെയ്യും. അപ്പോൾ പ്രോപ്പറായിട്ട് അതിനെ ആ ഒരു കൺസോൾട്ടേഷൻ വരും, അകത്തോട്ട് പ്രോപ്പറായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ ഈ എയർസ് എല്ലാം എക്സ്പെൽ ചെയ്തിട്ട് പ്രോപ്പർ കോമ്പാക്ഷൻ നമുക്ക് വരികയാണ്. അതാണ് അതിൻ്റെ ഒരു മെത്തഡോളജി. അങ്ങനെ ചെയ്തില്ല എങ്കിൽ അതിന് അങ്ങനെ ഒരു പ്രശ്നം എന്തായിരിക്കും? അതിന് അങ്ങനെ ചെയ്തില്ല എങ്കിലുള്ള പ്രശ്നം എന്താണ്? നമ്മൾ പ്രോപ്പർലി കോമ്പാക്ഷൻ അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ചെയ്തില്ലെങ്കിൽ ഇതൊരു ലോങ് ടേം ഇഷ്യൂ ആണ്. നമ്മളിപ്പോൾ അറിയില്ല. ഓക്കെ. പിന്നീട് വരുമ്പോഴായിരിക്കും ഇത് പല കാരണവശാലും, ഇപ്പോൾ വെള്ളം അകത്തുനിന്ന് പുറത്തേക്ക് സീപ്പേജ് ആവാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് അകത്തേക്ക് സീപ്പേജ് ആവാം. ഈ പല സമയത്തും ഇത് അപ്പോഴായിരിക്കും ഈ അകത്തുള്ള എയർ ബബിൾസ് എക്സ്പെൽ ആയി പോവുക. അപ്പോൾ ഇത് പയ്യെ ഇരുന്ന് തുടങ്ങും. ഇത് ഇരുന്ന് തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യെ ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ ഓഫ് കോൺക്രീറ്റ് ആയിരിക്കും. സോ അവിടെ പയ്യെ പ്രഷർ വരും. കാരണം ഒരു പ്രതലത്തിൻ്റെ അടിയിൽ ഓയിഡാണെങ്കിൽ നോർമലി നമ്മൾ ഇതിൻ്റെ മുകളിൽ വെയിറ്റ് കൊടുക്കുമ്പോൾ താഴേക്ക് ഒരു പ്രഷർ അത് ആക്ട് ചെയ്യും. സോ അവിടെ ഹോളോ സൗണ്ടിനും പല പല കാര്യങ്ങൾക്കും. അതുകൊണ്ടാണ് നമ്മൾ ബാക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, വേര് അങ്ങനത്തെ ഡീകേ ചെയ്യുന്ന മെറ്റീരിയൽസ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ മാക്സിമം നോക്കണം. ഇല്ലെങ്കിൽ ഇന്നല്ല ഒരു ലോങ് ടേം റണ്ണിൽ ഇതെല്ലാം ഡീകേ ചെയ്തിട്ട് പ്രശ്നം വരാനായിട്ട് വളരെ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്ന അതായിരിക്കും നമ്മൾ ഈ ടൈലിന് അടിവശത്തൊക്കെ ടൈലെ തട്ടുമ്പോഴൊക്കെ ഒരു ഹോളോ സൗണ്ട് കേൾക്കുന്നതിൻ്റെ റീസൺ ഒരു പക്ഷേ ഇതാണ്. അതിനൊക്കെ ഇങ്ങനെയൊക്കെ പ്രശ്നം വരാനുള്ള സാധ്യതകളുണ്ട്. അതെ. ഇനി നമ്മളിപ്പോൾ ഒരു തറ കെട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എല്ലാ ആൾക്കാരും അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. പലപ്പോഴും പലരും ഇത് ഒരു സ്ട്രക്ചറിലോട്ട് വരുമ്പോഴത്തേക്കും പല സാധനങ്ങളും ഇപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുന്ന കാണുമ്പോൾ സ്ട്രക്ചർ കയറുന്ന വളരെ ഫാസ്റ്റായിട്ടായിരിക്കും. ഈ ഒരു തറ കെട്ടുന്നതിന് ഇപ്പം ക്ലൈമാറ്റിക് ചേഞ്ചസ് അല്ല ഞാൻ ചോദിക്കുന്നത്, നോർമലി കെട്ടി വരാനായിട്ട് എത്ര ദിവസമോ അങ്ങനെ ഒരു സമയമല്ലോ നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാം ഡിപ്പെൻസ് ആണെന്ന് എനിക്കറിയാം. നോർമലി നമുക്കൊരു പ്രോപ്പർലി പോവുകയാണെങ്കിൽ ഒരു 7 to 14 ഡേയ്സിനുള്ളിൽ പ്രോപ്പർലി പ്ലാൻഡ് ആണെങ്കിൽ തീരാം. അത് എത്ര ദിവസം? ഇനി അതിനുശേഷം ക്യൂറിങ് എത്ര? അതൊന്നും DPC ചെയ്ത് കഴിഞ്ഞിട്ട് നോർമലി DPCയുടെ ക്യൂറിങ് വരിക നോർമലി 3 days ആണ്. ഓക്കെ. ഡാം പ്രൂഫ് പ്രൊട്ടക്ഷൻ ആണ് ഉദ്ദേശിച്ചത്. അതിന്റെ ക്യൂറിങ് നോർമലി ഉദ്ദേശിക്കുന്നത് 3 days ആണ്. സോ ഇതല്ല, വേറെ പല ടൈപ്പ് ഓഫ് DPC ഉണ്ട്. അത് നമ്മുടെ റിക്വയർമെന്റ്. ഇപ്പോൾ നമുക്ക് ഇമീഡിയറ്റ് ഒരു ഫാസ്റ്റ് ട്രാക്ക് പ്രൊജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇതെല്ലാം വേറൊരു മെത്തഡോളജിയിലോട്ട് പോകും. സോ ക്യൂറിങ്ങിനായിട്ട് തന്നെ പല മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ. ക്യൂറിങ് കോമ്പൗണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ബിറ്റുമിൻ കോട്ടിങ് അടിച്ച് തന്നെ ഓട്ടോമാറ്റിക്കലി ഈ കോൺക്രീറ്റിലുള്ള വാട്ടർ എക്സ്പെൽ ചെയ്യാതിരിക്കും. സോ അത് നമ്മുടെ ആ ഒരു ബേസിക് റിക്വയർമെന്റിനെ വെച്ച് ഇപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് പ്രൊജക്ട്സിലൊന്നും നമുക്ക് ക്യൂർ ചെയ്യാനായിട്ട് ടൈം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തതിന് ശേഷം ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ ക്യൂറിങ് കോമ്പൗണ്ട് അപ്ലൈ ചെയ്യും. ബസ് പ്രശ്നം കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ ബാക്ക് ഫില്ലിങ് കഴിഞ്ഞു. ഇതിനകത്ത് തറ കെട്ടുമ്പോഴത്തേക്ക് ഇതാ ചോദിക്കുക, ഇത് ഒരു ടേക്ക് കെയർ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതുണ്ടോ? ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബാക്ക് ഫില്ലിംഗ് തന്നെയാണ്. ഇത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധിക്കുക. കാരണം ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പല ഓയിഡ്സ് ഉണ്ടാവാം. നമ്മൾ എത്രയൊക്കെ ടേക്ക് കെയർ ചെയ്താലും മാനുവലാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസ് അതിനകത്ത് ഉണ്ടാവും. സോ അപ്പോൾ അതിന് മാക്സിമം ഒരു ടൈം പീരീഡ് കൊടുക്കുക, മാക്സിമം സെറ്റിൽ ചെയ്യാനായിട്ട്. സോ ഇന്നിപ്പോൾ നമ്മൾ ബാക്ക് ഫിൽ ചെയ്തു, നാളെ കോൺക്രീറ്റ്, അങ്ങനത്തെ പ്രോസസ്സിങ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. നമ്മൾ മാക്സിമം നമുക്ക് ആ ഡ്യൂറേഷൻ എടുത്തിട്ട് ഇതിന് ഇടയ്ക്ക് നമുക്ക് കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനകത്ത് പിൻ ഹോൾസ് ഇട്ടിട്ട് വാട്ടർ അതിനകത്ത് പോണ്ട് ചെയ്യിക്കാനോ പെനിട്രേറ്റ് ചെയ്യിക്കാനോ നോക്കുക. അപ്പോൾ അതനുസരിച്ച് മാക്സിമം അത് സെറ്റിൽ ആയിക്കോളും. ഓക്കെ. സോ മാക്സിമം കൺസോൾട്ടേഷൻ നമുക്ക് അവിടെ കിട്ടും. സോ പിന്നീട് ഫ്യൂച്ചറിൽ വരുമ്പോൾ അത് പ്രശ്നം വരില്ല. മാക്സിമം കംപ്രസ് ആവേണ്ടത് കംപ്രസ് ആയി കഴിഞ്ഞു. അത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ പ്ലംബിങ്ങിന്റെ ലൈൻസ് എല്ലാം ഇതിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തതിന് ശേഷം പ്ലംബിംഗ് ലൈൻസ് ഇട്ടിട്ട് 2 മെത്തേഡാണുള്ളത്. ഒന്നുമില്ലെങ്കിൽ കോൺക്രീറ്റ് ബെഡിങ് കൊടുക്കുക, അല്ലെങ്കിൽ കൊഹഷൻ ലെസ് സോയിൽസ് ഉണ്ട്, സാൻഡ്. ഓക്കെ. സാൻഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മാക്സിമം കോഷൻലെസ് ആവുമ്പോൾ അത് പ്രോപ്പർലി കോമ്പാക്റ്റഡ് ആണ്. ഓക്കെ. സോ അതിനകത്ത് എയർ വോയിഡ്സിന്റെ ചാൻസസ് വളരെ കുറവാണ്. ഓക്കെ. സോ സാൻഡ് വെച്ച് ബെഡിങ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇഷ്യൂസ് വളരെ കുറയും. പണ്ട് വീടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ കാലത്ത് എല്ലാവരും ബാക്ക് ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്നത് സാൻഡ് ആയിരുന്നു. ഇതേ ചോദ്യം ഞാൻ നെക്സ്റ്റ് എൻ്റെ ചോദ്യമായിട്ട് വെച്ചതായിരുന്നു. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഈ അടുത്ത് ചോദിച്ചതാണ്. അവരുടെ എഞ്ചിനീയർ ഉപദേശിച്ചത് അകത്ത് ബാക്ക് ഫില്ല് ചെയ്യാനായിട്ട് മണലായിരുന്നു.
അപ്പോൾ അതൊരു പെർഫെക്റ്റ് വേ ആണെന്നാണ് പറയുന്നത്. പെർഫെക്റ്റ് വേ ഇന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാൻഡിന്റെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ കോഷൻലെസ് ആണ്. അതായത് ഒരു പാർട്ടിക്കിൾ തമ്മിൽ ബോണ്ട് ചെയ്തിട്ടിരിക്കില്ല. നമ്മളിങ്ങനെ സാൻഡ് എടുത്ത് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ തന്നെ അത് പലതും സെപ്പറേറ്റഡ് ആയിട്ട് പോകും. ഒരു കറക്റ്റ് ക്വാളിറ്റി ഉള്ള സാൻഡിന്റെ പ്രോപ്പർട്ടി അത്. അപ്പോൾ അത് ഏറ്റവും ബെസ്റ്റാണ്. ഏറ്റവും ബെസ്റ്റാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് ഞാൻ പിന്നെ അടുത്ത തുടങ്ങുന്ന ബ്രിക്ക് വർക്കാണല്ലോ. എൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് ഇതിൻ്റെ ബ്രിക്ക് വർക്ക് ചെയ്യുന്ന കൂടത്തിൽ ചെയ്യാം. എങ്കിലും ഒരു ബ്രിക്ക് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് പറഞ്ഞാട്ടെ. ഈ ബാക്ക് ഫില്ലിംഗ് കഴിഞ്ഞ് DPC കഴിഞ്ഞാൽ പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ എന്ന് പറഞ്ഞാൽ ബ്രിക്ക് വർക്കാണ്. സോ കാരണം ബ്രിക്ക് വർക്കിലാണ് ബാക്കിയുള്ള സ്ട്രക്ചറിന്റെ ലേ ഔട്ട്സ് നിൽക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ബ്രിക്ക് വർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ലേ ഔട്ട് സെറ്റ് ചെയ്യുക. കാരണം ആ ലേ ഔട്ടിന്റെ മുകളിൽ കൂടിയാണ് അടുത്ത ലെയേഴ്സ് വരുന്നത്. ഓക്കെ, ഈ ലേ ഔട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് റൈറ്റ് ആംഗിളും കോർണേഴ്സും എല്ലാം ചെക്ക് ചെയ്ത് പ്ലംബും ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഡയഗണൽസും എല്ലാം ചെക്ക് ചെയ്യുക, റൈറ്റ് ആംഗിളും ചെക്ക് ചെയ്യുക, അതിനെ പെർഫെക്റ്റ് ആക്കുക, റൂമിന്റെ ഡയമെൻഷൻസ് എല്ലാം. കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം, കാരണം ഫസ്റ്റ് ലെയറിൽ നമ്മൾ മാക്സിമം പെർഫെക്ഷൻ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഫ്യൂച്ചർ ലെയേഴ്സിലോട്ട് വരുമ്പോൾ അത് ഈസി ആയിരിക്കും. ഓക്കെ, ഈ പ്ലംബ് ഔട്ട് ആവാനായാലും. കാരണം പല ബ്ലോക്സ് ചിലപ്പോൾ ചില അതിന്റെ തിക്നെസ്സിന് ടോളറൻസിന് പറ്റുണ്ടാവും. സോ ചെറിയൊരു പ്ലംബ് ഔട്ടും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ടാവാം. സോ ഇതെല്ലാം നമുക്ക് ഇനീഷ്യൽ ലെയർ പ്രോപ്പർ ആണെങ്കിൽ ഇതെല്ലാം മിനിമൈസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നല്ല. കാരണം നമ്മുടെ ഇവിടുത്തെ ഓരോ പ്രൊഡക്ട്സിനും ചെറിയ ടോളറൻസ് ഉണ്ട്. ആസ് പെർ IS കോഡ് തന്നെ ടോളറൻസ് ഉണ്ട്. സോ അതുകൂടാതെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് ഉണ്ടാവും നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സിൽ. സോ അതെല്ലാം മിനിമൈസ് ചെയ്യാൻ വളരെയധികം പറ്റും. അതായത് പെർഫെക്റ്റ് ആണെങ്കിൽ. ഇതിനകത്ത് പ്രധാനമായിട്ടും പലരും ചോദിക്കാറുണ്ട്, നമ്മളൊരു വീട് ഡിസൈൻ ചെയ്ത് നമ്മളത് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യണമെന്നുള്ളത്. യഥാർത്ഥത്തിൽ എല്ലാം ആദ്യം പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് സംഗതി, അല്ലേ? അല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്റ്റെപ്പിൽ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതിൽ നിന്ന് ചിലപ്പോൾ ചില എറേഴ്സ് സംഭവിക്കാം, ചിലപ്പോൾ ചില ഡിമോളിഷിങ് വേണ്ടി വരാം. ഇതൊന്നും ഇല്ലാതെ ചെയ്യാനായിട്ടാണ് നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യാനായിട്ട് പൊതുവെ എല്ലാവരുടെ അടുത്തും പറയാനായിട്ടുള്ള റീസൺ അങ്ങനെ തന്നെയല്ലേ. ബ്രിക്ക് വർക്കിൻ്റെ വർക്കിലോട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്യാം. കാര്യം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വീടൊക്കെ വെക്കുന്ന സമയത്ത് ഓരോ കസ്റ്റമറും നാട്ടിലുള്ള ആളാണെന്നുണ്ട് ഉറപ്പായിട്ട് അയാളൊരു മേസ്തിരിപ്പണി പഠിക്കും. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയത്ത് നല്ലൊരു വീഡിയോ ആ സമയത്ത് നമുക്ക് കൊടുക്കണം. ഇനി ഞാനിതിനകത്ത് ബേസിക് ആയിട്ടുള്ള സാധനം ചോദിക്കുക. ഒരു ബേസിക് ആയിട്ടുള്ള സംഗതി, ഒരു വീട് വയ്ക്കുന്നതിന് എപ്പോഴും നമ്മൾ പറയുന്നത് ഭയങ്കര ഒരു സീസൺ എന്നാണ് പറയുന്നത്, ഒരു കൊല്ലം. സാധാരണ ചില വീടുകളൊക്കെ അത് കഴിഞ്ഞിട്ട് പോകാറുണ്ട്. അതിനൊരു പല റീസൺസ് ഉണ്ട്. അത് ചിലപ്പോൾ ചില പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും, അല്ലാതെ ചിലപ്പോൾ ചില സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. നോർമലി ഒരു വീട് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു ക്ലൈമറ്റൊക്കെ അനുസരിച്ച് കയറണമെന്നുണ്ട് ഏകദേശം എത്ര നാളുകൾ എന്നുള്ളതാണ് കണക്ക്? നമ്മുടെ നാട്ടിൽ ഇത് ഡിപ്പെൻസ് ഓൺ സൈസ് ഓഫ് ദ വീടാണ്. ഒരു നോർമൽ ഒരു സ്റ്റാൻഡേർഡ് ഒരു 1500-2000 താഴേക്കുള്ള ഒരു വീടാണെങ്കിൽ മാക്സിമം 8 to 10 months നമുക്ക് പ്രോപ്പർലി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. തീരും. ഓക്കെ, 4 months കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഈവൻ അബ്രോഡ്സിലെല്ലാം 3 months വരെ ചെയ്യാം. അതിന് പല മെത്തേഡ്സ് ഉണ്ട്. പ്രീകാസ്റ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡേ ആൻഡ് നൈറ്റ് വർക്കിംഗ് ഷിഫ്റ്റ്സ് ഉണ്ട്. സോ നമ്മുടെ നാട്ടിൽ നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസും എല്ലാം നോക്കി പ്രോപ്പർലി ഫിനിഷ് ചെയ്യാനായിട്ട് ഒരു 8 to 10 months മതി. ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചത് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത്, ഫൗണ്ടേഷൻ ചെയ്തതിന് ശേഷം എന്താണ് എന്നുള്ള ഒരു വിവരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ആകെ പറഞ്ഞത്. അതിനിടയ്ക്കൂടെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നും ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടെന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ സ്റ്റെപ്പിലും പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത പ്രവാസികൾക്കൊക്കെയാണ് യഥാർത്ഥത്തിൽ പല ഇഷ്യൂസ് വരുന്നത്. നിങ്ങളൊരു പ്രവാസി ആയിരുന്നത് കാരണം പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ഇനി നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ORANZAI ബിൽഡേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പ്രൊജക്റ്റുകൾ എനിക്ക് നല്ല രീതിയിൽ ഇപ്പോൾ പോകുന്നുണ്ടല്ലോ, അല്ലേ? നല്ല രീതിയിൽ പോകും. നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. ഇനി ഇതുള്ള വീഡിയോസ് വരും. ഇനി അടുത്ത സ്റ്റെപ്പ് ഏതാണെന്നുള്ള അടുത്ത വീഡിയോ ഏതാണെന്നുള്ളത് നമുക്ക് വരുന്ന ഇതിൽ പറയാം. ഇതുള്ള വീഡിയോസ് ഇനിയും വരും. അപ്പോൾ എന്തായാലും കൃഷ്ണകുമാർജി ഇത്രയും ഒരു സമയം നമുക്ക് തന്നതിന് താങ്ക് യു സോ മച്ച്. എല്ലാ ആൾക്കാരും, സാധാരണക്കാരുള്ള ജനങ്ങൾ മുഴുവൻ വീട് വയ്ക്കുന്ന സമയത്താണ് അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്കായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്, ഓരോ ഘട്ടത്തിലുള്ള വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരും. അങ്ങനെ വരുന്ന ചാനലാണ് ഡോക്ടർ എൻറ്റി. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ലൈക്കും ഷെയറും ചെയ്യുക, പ്രധാനമായിട്ടും കമൻറ്റ് ഇടുക. മറ്റൊരു മികച്ച വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ എൻറ്റീരിയർ.